ഹായ് ഹലോ മക്കളെ, അങ്ങനെ നമ്മൾ പറഞ്ഞ് നമ്മളുടെ മോഡൽ എക്സാമും പബ്ലിക് എക്സാമും ഒക്കെ ഇതാണ് നമ്മളുടെ അടുത്തെത്തി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ മക്കളും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പഠനമൊക്കെ തുടർന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ പോകുന്നു എന്നുള്ളത് മിസ് വിശ്വസിക്കുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മളുടെ സോഷ്യോളജി സബ്ജക്റ്റിൻ്റെ ഈ ഒരു വെയിറ്റേജ് എങ്ങനെയാണ് ഇപ്പോൾ ഒരുപാട് മെസ്സേജുകളായിട്ടും അങ്ങനെ എല്ലാവരും ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബൂസ്റ്റർ ലൈവിലൊക്കെ ആയിക്കോട്ടെ, കമൻ്റ് ആയിട്ടൊക്കെ എല്ലാവർക്കും അറിയാൻ ക്യൂരിയസ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് എത്ര മാർക്കാണ്, എങ്ങനെയാണ് വെയിറ്റേജ്, നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ വെയിറ്റേജ് എങ്ങനെയാണെന്നുള്ളത് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു മറുപടി ആയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. ഒപ്പം എങ്ങനെ പഠിക്കണം, സോഷ്യോളജി എങ്ങനെ പഠിക്കണം, അതും ഒരുപാട് ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. എങ്ങനെയാണ് മിസ്സേ പഠിക്കേണ്ടത്, ചില ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, അത് ഓർമ്മയിൽ വരുന്നില്ലല്ലോ, അപ്പോൾ ഏത് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ഒരുപാട് മക്കൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും ഇങ്ങനെ ചോദ്യമായിട്ട് വന്നില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ള ആശങ്കകളായിരിക്കാം ഇതൊക്കെ. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു മറുപടി ആയിട്ടാണ്, അതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷനായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ +1 സോഷ്യോളജിയെക്കുറിച്ച് ചെറിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്നിവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് നമ്മൾ വെയിറ്റേജ് ആണ് കാണാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു +1 നിങ്ങൾക്കറിയാലോ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 10 ചാപ്റ്റേഴ്സാണുള്ളത്. 2 പാർട്ടുകളായിട്ട്, ഒറ്റ ടെക്സ്റ്റ് ആണെങ്കിൽ പോലും 2 പാർട്ടുകളായിട്ട് നമുക്ക് 5 അങ്ങനെ 10 ചാപ്റ്റേഴ്സാണ് കാണാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും വെയിറ്റേജ് എങ്ങനെയാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റേജ് എങ്ങനെയാണെന്നുള്ളത് ഇതിൽ നിന്ന് മുഴുവനായിട്ടും ഈ ഭാഗത്ത് നിന്ന് തന്നെ എത്രയും മാർക്കിന് ചോദിച്ചോളണമെന്നൊന്നുമില്ല, പക്ഷേ അതിനനുസരിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടാൻ ഇത് നിങ്ങളെ സഹായിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് അല്ലേ, സോഷ്യോളജി ആൻഡ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ സമൂഹശാസ്ത്രവും സമൂഹത്തെക്കുറിച്ചുള്ള സമൂഹശാസ്ത്രവും സമൂഹവും എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്നും 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഈ ചാപ്റ്ററിന്റെ പേരെന്താണ്? സമൂഹശാസ്ത്രവും സമൂഹവും എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്നും 10 മാർക്കിനാണ് വെയിറ്റേജ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പദങ്ങൾ അല്ലേ, പദങ്ങളും അതുപോലെ തന്നെ കൺസെപ്റ്റ് അതുപോലെ അതിൻ്റെ ഉപയോഗങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മളുടെ സമൂഹശാസ്ത്രത്തിൽ എങ്ങനെയാണ് പദങ്ങളും അതുപോലെ തന്നെ ആശയങ്ങളൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നും 12 മാർക്കിനാണ് മക്കളെ ചോദ്യം വരുന്നത്. അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ ചാപ്റ്റർ ആയിക്കോട്ടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിക്കോട്ടെ, നിങ്ങൾ ചിലപ്പം ക്രിസ്മസ് എക്സാമിനൊക്കെ ഇത്രയും ഈ ഒരു ചാപ്റ്റർ ഓൾറെഡി പഠിച്ചതുകൊണ്ട് ചിലപ്പം നമുക്ക് ഇത് അറിയാവുന്നതാണല്ലോ, ഇനി നോക്കണം എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ആലോചിക്കുക. ഇത്രയും മാർക്കിൻ്റെ വെയിറ്റേജ് ഈ 2 ചാപ്റ്ററിന് മാത്രമായിട്ട് വരുന്നുണ്ട്. 12ാമത്തെ ചാപ്റ്റർ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരുപാട് essay questions ഒക്കെ കാണാറുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ആരും അത് വിട്ടുപോകരുത്. ഈ എക്സാമിനും ഉറപ്പായിട്ടും അത് കവർ ചെയ്യണം. ഇനി 3ാമത്തെ ചാപ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഏതായിരുന്നു? സാമൂഹ്യ സ്ഥാപനങ്ങൾ ഏതൊക്കെയായിരുന്നു? സാമൂഹ്യ സ്ഥാപനങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചൊരു ചാപ്റ്റർ ആണ് ഈ ഒരു 3ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അവിടെ നിന്നും 11 മാർക്കിന്, ഒട്ടും മോശമല്ല, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് നിന്നാണ് കൂടുതൽ ചോദ്യം വരിക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ 11 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഈ 3ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. ഉറപ്പായിട്ടും പഠിച്ചു പോകേണ്ട ചാപ്റ്ററാണ്. അതും ഈ ഒരു ചാപ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ഏരിയ പോലും പറയാൻ പറ്റില്ല. തുടക്കം മുതൽ അവസാനം വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളുള്ള ചാപ്റ്റേഴ്സാണ് ഈ 3 ചാപ്റ്റർ എന്ന് പറയുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഉറപ്പായിട്ടും ഈ 3 ചാപ്റ്റേഴ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, എന്ന് വെച്ച് മറ്റേ ചാപ്റ്റർ നമുക്ക് വിട്ട് കളയാന്നുള്ളതല്ല. ഓഫ് കോഴ്സ് ഇതിനേക്കാളും മേലെ കിടക്കുന്നുണ്ട് കൾച്ചർ ആൻഡ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന സംസ്കാരത്തിന്റെ ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 8 മാർക്കിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെക്ക് ചെയ്താൽ അറിയാം, 8 മാർക്കിന് സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ഒരു ചാപ്റ്ററാണ്. ഈ 3ഉം പഠിക്കുന്ന പോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ സ്വന്തമായിട്ട് തന്നെ നമ്മൾ എന്ത് കൊടുക്കണം, ഒരു പ്രത്യേകമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. കൾച്ചർ എന്നുള്ള ഭാഗവും അതുപോലെ തന്നെ സോഷ്യലൈസേഷൻ എന്നുള്ള ഭാഗവും, ഇതിൽ 2 ഭാഗവും നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കണം. കൾച്ചറിന്റെ ഡെഫിനിഷൻ എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും, കൾച്ചറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കണം. ആൻഡ് ഓൾസോ സോഷ്യലൈസേഷൻ എന്തായിരുന്നു, സാമൂഹീകരണം. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ സാമൂഹീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഡൂയിങ് സോഷ്യൽ റിസർച്ച്, ഇതിൽ നിന്ന് കമ്പാരിറ്റീവ്ലി വെയിറ്റേജ് കുറവാണ്, 9 മാർക്കാണ്. പക്ഷേ 1 വേർഡ് രൂപത്തിൽ ഇവർ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ബോക്സ് ആയിട്ട് ഇവർ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതുപോലെ ഡിഫറൻഷിയേറ്റ് എഴുതാൻ, ഇപ്പോൾ ഒബ്സർവേഷൻസ് ഒക്കെ ഡിഫറൻഷിയേറ്റ് എഴുതാനൊക്കെ ഇവരെന്താണ്, നിരീക്ഷണങ്ങൾ, പങ്കാളിത്ത നിരീക്ഷണം, അതൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാൻ, വ്യത്യാസങ്ങൾ എഴുതാനൊക്കെ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. 9 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത്. ഇനി നമുക്ക് ഇതോടുകൂടി നമ്മൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ അറിയാം, സെക്കൻഡ് പാർട്ടിലെ 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെ 10 മാർക്കിനാണ് വെയിറ്റേജ് പറയുന്നത്. അതായത് സോഷ്യൽ സ്ട്രക്ചർ, സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് സോഷ്യൽ പ്രോസസ് ഇൻ സൊസൈറ്റി. ഏതൊക്കെയായിരുന്നു? സാമൂഹ്യ ഘടന, അതുപോലെ തന്നെ ശ്രേണീകരണം, ആ ഒരു ചാപ്റ്റർ ഇല്ലേ, ഓർമ്മയില്ലേ?
ഈ ഒരു ചാപ്റ്ററിന് എത്ര മാർക്കാ പറയുന്നത്? 10 മാർക്കിനാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ ചേഞ്ച്, സോഷ്യൽ ഓർഡർ ആൻഡ് ഇൻ റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റി, അതായത് സാമൂഹിക മാറ്റവും അതുപോലെ തന്നെ ഓർഡർ എന്ന് പറയുമ്പോൾ ക്രമം, സാമൂഹിക ക്രമം, സാമൂഹിക മാറ്റം, എവിടെയൊക്കെയുള്ള നമ്മളുടെ ഗ്രാമീണ നഗര സമൂഹങ്ങളിൽ എന്തൊക്കെയാണ് സാമൂഹിക ക്രമങ്ങളിലും സാമൂഹിക മാറ്റങ്ങളിലും ഉണ്ടായെന്നുള്ളത് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ 11 മാർക്കോളം ചോദ്യങ്ങൾ, 11 മാർക്കോളം ആണ് ഇതിന്റെ വെയിറ്റേജ് വരുന്നത്. ആൻഡ് വീണ്ടും 11 മാർക്കിന്റെ വെയിറ്റേജിൽ ഒരു ചാപ്റ്ററാണ് എൻവയോൺമെന്റ് ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. നമ്മളുടെ പരിസ്ഥിതിയും സമൂഹവും എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ, പരിസ്ഥിതി സമൂഹം, ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന, നമുക്ക് വളരെ കോമൺ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാലും വളരെ കോമൺ ആയിട്ടൊക്കെ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത് എന്ന് കരുതി ആരും വായിക്കാതെ പോരുത്. വീണ്ടും വീണ്ടും അതിലെ ആശയങ്ങൾ വായിച്ച് എന്ത് ചെയ്യുക, മനസ്സിൽ ഉറപ്പിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പല വർഷങ്ങളിലായിട്ട് കണ്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, വിട്ടുകളയരുത്. ആൻഡ് അഗെയിൻ ഇൻട്രൊഡ്യൂസിങ് വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റ്, ഇവിടം വരെ ഒരു പക്ഷേ മിക്ക ആളുകൾക്കും ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷനായിട്ടുണ്ടായിരുന്നു ഈ 2.3 എന്ന് പറയുന്നത്. അതായത് നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ വരെ മിക്ക സ്കൂളുകളിലും ക്രിസ്മസ് എക്സാമിനായിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിലും കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ട്, താഴേക്കുള്ള ചാപ്റ്റേഴ്സിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മിക്ക കുട്ടികൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ചാപ്റ്റർ വരെയായിരിക്കും കഴിഞ്ഞ എക്സാമിന് പഠിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇൻട്രൊഡ്യൂസിങ് വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റ് അതുപോലെ തന്നെ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്, 2 ചാപ്റ്റർ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? നമ്മളുടെ സാമൂഹിക ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്റേഴ്സാണ്. അതിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, അവരുടെ പുസ്തകങ്ങൾ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്. 8 മാർക്കിനാണ് 2.4. വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റ് 8 മാർക്കിനാണ്. പാശ്ചാത്യം അല്ലേ, പാശ്ചാത്യ ചിന്തകരുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും 8 മാർക്കിന്റെ വെയിറ്റേജ് ആണെങ്കിൽ ഇന്ത്യൻ സമൂഹ ശാസ്ത്രജ്ഞരുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനാണ് വരുന്നത്? ഇന്ത്യൻ 9 മാർക്കിനാണ് അതിന്റെ വെയിറ്റേജ് വരുന്നത്. 9 മാർക്കാണ് ഈ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റേജ് വരുന്നത്. അപ്പോൾ നോക്കൂ, കമ്പാരിറ്റീവ്ലി നമുക്ക് 1 ഡിജിറ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ കാണാനുള്ളൂ. കൾച്ചർ ആൻഡ് സോഷ്യലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 13 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് ഇതിൻ്റെ ഒരു മാർക്കിംഗ് സ്കീം എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. ഇതിൽ നിന്നും കൂടിയും കുറഞ്ഞും ഒക്കെ വരാം, അതൊക്കെ ആ ഒരു ഇതിൻ്റെ രീതി പോലെ ഇരിക്കും. പക്ഷെ എന്നിരുന്നാലും കോമൺ ആയിട്ട് ഇത്രയാണ്. നിങ്ങൾ സ്ട്രെസ് കൊടുക്കേണ്ട ചാപ്റ്റേഴ്സൊക്കെ ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, മുഴുവനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മളുടെ കടമ. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷൻ്റെ ആവശ്യം വരുന്നില്ല. ഇഷ്ടമുള്ള അതായത് ഏത് ചോദ്യമാണെങ്കിലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ മുഴുവനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മളുടെ കടമ എന്ന് പറയുന്നത്. എന്നിരുന്നാലും നിങ്ങൾ ഏതെങ്കിലും പോർഷൻ മിസ് ചെയ്താലോ എന്നൊക്കെ ഒരു ഓർമ്മ വരികയാണെങ്കിൽ ഈ വെയിറ്റേജും കൂടെ ഓർക്കുക. ഈ പാഠഭാഗങ്ങളിൽ നിന്നും മാക്സിമം, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊന്നും മാക്സിമം കൺസെപ്റ്റ് ചോർന്നു പോവാതെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ച് ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. വെയിറ്റേജ് എന്ന് പറയുന്നത് ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ഓർമ്മിച്ച് വെക്കാം. ഇനി എല്ലാവരുടെയും വലിയൊരു സംശയമായിരുന്നു, എങ്ങനെയാണ് നമ്മളിപ്പോൾ പഠിക്കുക, സോഷ്യോളജി എങ്ങനെയാണ് മിസ്സേ പഠിക്കുക? ഒന്നും വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലല്ലോ, ടെക്സ്റ്റ് നോക്കി പഠിക്കണോ, നോട്ട്സ് മതിയോ, ക്യാപ്സ്യൂളായിട്ട് പഠിച്ചാൽ മതിയോ, എഴുതാൻ കിട്ടുമോ? അങ്ങനെ ഒരുപാട് സംശയം ഒരുപാട് ആളുകളായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോഷ്യോളജി എങ്ങനെ പഠിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനായിട്ട് പ്രത്യേകിച്ച് എന്താ, അങ്ങനെ നമ്മൾ എല്ലാ സബ്ജക്റ്റും എങ്ങനെ പഠിക്കുന്നോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. പിന്നുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. നമ്മൾ അടങ്ങുന്ന സമൂഹവുമായിട്ട് അതുമായി ബന്ധമുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്ത് വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് നമ്മളുടെ സോഷ്യോളജിയുടെ പ്രത്യേകത. ഒരുപാട് ടഫ് ഒന്നുമുള്ള കാര്യങ്ങളൊന്നും അല്ല, എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഉറപ്പായിട്ടും വായിക്കണം. എന്നിരുന്നാലും അത് മനസ്സിലാകുന്നില്ലെങ്കിൽ, പെട്ടെന്ന് ആദ്യമായിട്ടൊക്കെ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൺസെപ്റ്റ് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഷോർട്ട് നോട്ട്സോ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾക്ക് മനസ്സിലാവുന്ന നോട്ട് വായിക്കുക. അതിനുശേഷം ടെക്സ്റ്റ് ബുക്കിലൂടെ ഉറപ്പായിട്ടും കടന്നു പോകണം. എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ, എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ നോട്ടിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ മിസ്സായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വഴി തന്നെ എന്ത് ചെയ്യണം, കണ്ടെത്തി അതും ഉറപ്പായിട്ടും പഠിക്കണം. ഇനി എങ്ങനെ പഠിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി എല്ലാവരോടും പറയാറുള്ള കാര്യം തന്നെയാണ്. നമുക്ക് വായിക്കണം, എഴുതണം, റിവിഷൻ ചെയ്യണം, ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യണം. ഇതാണ് നമ്മളുടെ സോഷ്യോളജിയുടെ പഠന രീതി എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് റീഡിങ് എന്ന് പറയുമ്പോൾ വായിക്കുക. ടെക്സ്റ്റ് ബുക്കാണോ നോട്ട് ബുക്കാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് ആണോ, ആ മെറ്റീരിയൽസ് നന്നായിട്ട് വായിക്കുക. വായിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തേ കൂടുള്ളൂ, നിങ്ങളുടെ കണ്ടന്റിന്റെ ക്വാളിറ്റി കൂടി വരികയുള്ളൂ. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും എഴുതി വെക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത്
കണ്ടന്റ് കൃത്യമായിട്ട് കാച്ചി കുറുക്കിയ കണ്ടന്റ് എന്നൊക്കെ പറയില്ലേ, പ്രിസൈസ് ആയിട്ടുള്ള ഏറ്റവും അപ്രോപ്രിയേറ്റ് ഉള്ള നല്ല ആൻസേഴ്സ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് എന്താണ് നിങ്ങളെ സഹായിക്കുക? റീഡിംഗ് ആണ്. നല്ല രീതിയിൽ വായിക്കണം. ഇനിയിപ്പോൾ അതിന് സമയമുള്ള ആളുകളാണെങ്കിൽ, ഓൾറെഡി പഠിച്ച് റിവിഷൻ കഴിഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ തന്നെ വായിച്ചു പോകണം. കുറച്ചുകൂടി ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കുന്നത് വളരെ നിങ്ങൾക്ക് എന്താണ് ആ ഒരു ഫ്ലോ കിട്ടും. എഴുതുന്ന സമയത്ത് ഒരു ഫ്ലോ വരാൻ വേണ്ടി അത് നിങ്ങളെ സഹായിക്കും. ഇനി അതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മെറ്റീരിയൽ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ആൻഡ് വായിക്കുന്നതിൽ തന്നെ നമ്മൾ എല്ലാ ആശയങ്ങളിലൂടെയും വിരൽ വെച്ച്, അങ്ങനെ തന്നെ പറയട്ടെ, അങ്ങനെ വിരൽ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? വായിച്ച് പോകണം. മാത്രം എല്ലാ പാഠങ്ങളും നിങ്ങൾ വായിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇവിടെ വെയിറ്റേജ് കണ്ടപ്പോൾ പറഞ്ഞല്ലോ, ഒരാളും ഒരു ചാപ്റ്ററും എന്തല്ല മോശക്കാരനല്ല, പരസ്പരം മത്സരമാണ്. ആർക്കാണ് കൂടുതൽ സ്കോർ എന്നുള്ളത് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ്. എല്ലാ പാഠങ്ങളും, എല്ലാ പാഠത്തിൻ്റെ നോട്ട്സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ കൃത്യമായിട്ട് വായിക്കുക. അതിൽ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ത് ചെയ്യുക? ഒച്ചത്തിൽ വായിച്ചോ. എങ്ങനെ? ഉറക്കെ വായിച്ച് പഠിക്കുക. അതായത് ചില ആളുകൾക്ക് വായിക്കുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു മടിയും നോക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? ആ മനസ്സിലാവാത്ത ചില ഡെഫിനിഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഒച്ചത്തിൽ അങ്ങോട്ട് വായിക്കുക. ഉറക്കെ വായിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് പതിയും. ചില ആളുകൾക്ക് ചിലപ്പോൾ അതിനേക്കാൾ ഈസി ആയിട്ട് പെട്ടെന്ന് പതിയുക ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങളൊന്ന് എഴുതാൻ ശ്രമിച്ചു നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ്? നിങ്ങൾ അത് കൃത്യമായി പഠിച്ചു എന്നുള്ളതാണ് അർത്ഥം. ഇൻ കേസ് നിങ്ങൾ ഇപ്പോൾ പഠിച്ച കാര്യം ഒരു 5 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ഓർത്ത് എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, അത് നിങ്ങൾക്ക് എവിടുന്ന് ഓർമ്മ വരില്ല. എക്സാം ഹാളൊന്നും ഓർമ്മ വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യുക? പഠിച്ച കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെഫിനിഷൻസിൻ്റെ ഒക്കെ കാര്യമാണ് പറയുന്നത്. അതൊക്കെ എന്ത് ചെയ്യുക? ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് ഓർത്തെഴുതാൻ വേണ്ടി ശ്രമിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു എസ്സേക്കുള്ള കാര്യങ്ങളാണ്, എസ്സേയുടെ പാഠഭാഗങ്ങൾ, എസ്സേ പോർഷൻ ഏതാന്നൊക്കെ ഉള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങളത് കോമൺ ആയിട്ട് വായിച്ചു നോക്കുക. അതിനുശേഷം അതിന് ഹെഡിങ്സ് ഉണ്ടാവുമല്ലോ. ഏത് എസ്സേ ആണെങ്കിലും അതിന് ഒരു 4-5 അല്ലെങ്കിൽ അതിലധികം ഹെഡിങ്സ് ഉണ്ടാവും. ആ ഹെഡിങ്സ് ഓർക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതിനുള്ളിൽ സബ് ഹെഡിങ്സ് ഉണ്ടെങ്കിൽ അത് ഓർക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. കുഞ്ഞു പോയിന്റ്സ് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. കാരണം എസ്സേ പോർഷനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ എഴുതി പഠിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതിനുള്ള ഐഡിയ ആണിത്. അതായത് അതിൻ്റെ സബ് ഹെഡിങ്സ് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഓർത്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. റൈറ്റിംഗ്, ലഘു കുറിപ്പുകൾ. ഇനി എന്തൊക്കെ മെറ്റീരിയൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇനിയിപ്പോൾ മനസ്സിലാകാത്ത ഭാഗമോ അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഭാഗമോ എന്തോ ആയിക്കോട്ടെ, അതിന് നിങ്ങൾ തയ്യാറാക്കുന്ന നോട്ടാണ് ഏറ്റവും ബെസ്റ്റ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്, അല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ. നിങ്ങൾ എത്ര നോട്ടുകൾ ഉണ്ടെങ്കിലും പഠിക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ട്സ്, അതായത് എഴുതി പഠിക്കുന്നത് ഒരു ശീലമാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഹാബിറ്റ്, ഈ ഒരു പഠനശീലം നിങ്ങളിൽ വളരാൻ വേണ്ടി അത് ഒരുപാട് സഹായിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഈ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ്, സോഷ്യോളജിക്ക് മാത്രമല്ല, നമ്മളുടെ ഈ ഇത്തരം സബ്ജക്റ്റുകൾക്കൊക്കെ, മാനവിക വിഷയങ്ങൾക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്തരം ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്ന ഒരു ശീലം കൊണ്ടുവന്നാൽ അത് വളരെ നല്ലതായിരിക്കും. പിന്നെ റിവിഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 5 മിനിറ്റ് ഇടവേളയിലോ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുക? അത് ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓർത്ത് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ശ്രമിക്കുക. ഇല്ലെങ്കിൽ അത് അപ്പം തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് പറ്റും. നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യമല്ല, കുറച്ചൊന്നും മെനക്കെടണമെന്നേ ഉള്ളൂ. അങ്ങനെ റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ ആഴ്ചകൾ വെച്ചിട്ട് ഒരാഴ്ചയിൽ ഇന്ന ദിവസം റിവിഷന് വേണ്ടി തന്നെ മാറ്റി വയ്ക്കുക. ഇല്ലെങ്കിൽ എന്താണ്? ടച്ച് വിട്ടുപോകും, നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഒന്നുമില്ല, ഈ ഒരു ചിത്രം ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. ആദ്യം നമ്മൾ വിചാരിക്കുക, ഈ സോഷ്യോളജി ടെക്സ്റ്റിലെ ഈ ടേംസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് പറ്റില്ല എന്നുള്ളൊരു ചിന്തയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവുക. ആദ്യമായിട്ടൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഈ ഒരു സമയത്താണ് നോക്കുന്നതെങ്കിൽ. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ടാവില്ല എന്നുള്ള ആ ഒരു ചിന്ത മാറി നമ്മൾ എന്തിലേക്ക് എത്തണം? എനിക്കിത് വേണം, ഈ പരീക്ഷയ്ക്ക് എനിക്ക് നല്ല മാർക്ക് വേണം, എനിക്ക് പഠിക്കണം, നല്ല മാർക്കോട് കൂടി തന്നെ നമ്മൾ +1 എന്ത് ചെയ്യണം? നമ്മൾ +1 കടന്നു പോകണം എന്നുള്ള ഒരു ചിന്ത ആദ്യം വേണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇത് എങ്ങനെയാണെന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും, അല്ലേ? എങ്ങനെയാണ് നമ്മളിത് പഠിച്ചെടുക്കുക എന്നുള്ളത്, അതിനുള്ള ഉത്തരവായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം എന്താണ്? നിങ്ങൾക്ക് വേണം, നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഓൾസോ നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ള ബോധത്തിലേക്ക് നിങ്ങൾ എത്തുക. യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഈ രീതിയിൽ, നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ സാധിക്കും. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യും? ആ രീതിയിൽ തന്നെ നല്ല മാർക്കോട് കൂടി വിജയം കൈവരിക്കുന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് ഉറപ്പല്ലേ? അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. നമുക്ക് വീണ്ടും മറ്റ് വീഡിയോകളിലായിട്ട് കാണാം. ബൈ ബൈ.